സ്വാമി ഒന്ന് സമാധാനപ്പെടണം. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ നിന്നാ പറ്റിയില്ല. ഞാൻ പോയി പശുവിനെ കറന്നിട്ട് പിന്നെ വരാം. വേണ്ട വേണ്ട, ഇപ്പൊ പശുവിനെ കറക്കണ്ട. സ്വാമി മരുന്നിനാ വന്നത്. ഓ അതാണോ കാര്യം? എന്നാ ഞാൻ ക്ലാസ് കഴിക്കോളാം. വരണ സ്വാമി. ആ ഇന്നൊരു കാര്യം, ഇവിടെ കുടിച്ച് ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. യാതൊരു ബഹളവുമില്ല. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണല്ലോ ഈ പറയുന്നത്. അതുകൊണ്ടാണ് ബഹളം ഉണ്ടാകുമെന്ന് തങ്കമ്മ തോന്നുന്നത്. യാതൊരു ബഹളവുമില്ല, വളരെ സൈലന്റ് ആണ് തങ്കമ്മേ. എന്റെ തങ്കമ്മേ, ഞാൻ ആകെ ക്ഷയിച്ച സമയമാണ്. അതാണ് ഈ നാടൻ പ്രേമം തുടങ്ങിയത്. ഇതിനു മുമ്പ് വെറും ഫോറിൻ മാത്രമായിരുന്നു. ശമ്പളം കിട്ടിയ ഉടനെ കൊണ്ടുവന്ന് തന്നേക്കണം. ശമ്പളം കിട്ടിയാൽ മുഴുവനും നിനക്ക് തന്നെ തരാം. ഒന്നും പേടിക്കണ്ട. അയ്യോ പോലീസ്! സ്വാമി ഇതിന് പോയാട്ടെ, പോകൂ. അയ്യോ ബഹളം വെക്കുന്നത് തങ്കമ്മ വന്നോ? പേരെന്താ? പേരെന്താണെന്ന്? ഇതെന്റെ ആരാ? തങ്കമ്മ ആരാണെന്ന്? തങ്കമ്മ എന്റെ ഭാര്യ. സത്യമായിട്ട് എന്റെ ഭാര്യ. ഭാര്യ തന്നെയാണോ അതോ? അതെ അതെ അതെ, അത് തന്നെ. ചായ കച്ചവടം മാത്രമേ ഉള്ളൂ? ഊണുണ്ട് സാർ. രാമൂട് വരാറുണ്ടോ? എന്താണ് നോക്കുന്നത്? ഉണ്ട്. എനിക്കുള്ള പരിചയമുണ്ടോ? എന്താണ് അവിടെ നോക്കുന്നത്? ഉണ്ട്. അവരുടെ എപ്പോഴാ വന്നത്? തങ്കമ്മ എപ്പോഴാണ് വന്നത്? ഇന്നലെ സാർ. ഇന്നലെ. എന്റെ തങ്കമ്മേ, നമ്മക്ക് ഈ മരുന്ന് കച്ചവടം പറ്റിയില്ല. ഒന്ന് മനസമാധാനത്തോടെ ഉറങ്ങിയിട്ട് എത്ര നാളായി. ആ സ്വാമി പോയാ? സ്വാമി എങ്ങേയും പോയി. സ്വാമി എങ്കേയും പോയിട്ടില്ല. അയ്യോ എന്റെ സ്വാമി, അയ്യോ എന്റെ കുപ്പി കാലിയാക്കി. എന്റെ സ്വാമി ദൈവത്തെ വലിച്ചത് ആവശ്യമുള്ള പണം ഞാൻ തരാമില്ല. പൊന്നു സ്വാമി, പണമൊന്നും വേണ്ട, ഒന്ന് പോയി തന്നാ മതി. പണം വേണ്ടെങ്കിൽ വേണ്ട. വാസന്തി, നിങ്ങൾ എന്നെ സംശയിക്കുന്നു? ചേട്ടാ, ആ വാർത്ത പത്രത്തിൽ വന്നു കഴിഞ്ഞു. കൊലപാതകം നടന്നാൽ പത്രത്തിൽ വരാതിരിക്കും. ചേട്ടൻ എന്തൊരു ധൈര്യം! ഞാൻ എന്തിനാ ധൈര്യപ്പെടണം? ഞാൻ ആരെയും കൊന്നില്ലല്ലോ. ചേട്ടാ, എന്നോട് മാത്രമെങ്കിലും തുറന്നു പറയും, ആ പട്ടാളക്കാരൻ എങ്ങനെ മരിച്ചു? അയാളെ കുത്തിക്കൊന്നു. ആരെ? ചേട്ടനോ? കരയാതെ മോനെ, അച്ഛനൊന്നുമില്ല. ഇവൾ എന്നെ വിട്ട് മാറുന്നേ. വാ മോളെ, നമുക്ക് വീട്ടിൽ പോവാം. ചേട്ടൻ എവിടെ പോയോ എന്തോ, എനിക്ക് ആകെ പേടിയാവുന്നു. ഭീരുവാകാതെ ശാന്തി, നീ രാമുവിന്റെ സഹോദരിയാണ്. അവൻ ഇവിടെ വന്ന് എന്നെ കണ്ടിട്ടല്ലേ പോയത്. പോലീസുകാരുടെ കണ്ണിൽ അകപ്പെടുമോ എന്തോ. അകപ്പെട്ടാൽ തന്നെ ഒന്നും വരാൻ പോകുന്നില്ല. കൊല ചെയ്ത് രാമുവല്ലോ. എന്താ നിനക്കും സംശയമാണ്? അതുകൊണ്ടല്ല, പ്രസിഡന്റ് വിചാരിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ പാട്ടിലാക്കാൻ സാധിക്കും. ഉദ്യോഗസ്ഥന്മാരെ പാട്ടിലാക്കാൻ സാധിക്കും, പക്ഷെ പൊതുജനങ്ങളെ അതിന് കിട്ടില്ല. ശാന്തി ധൈര്യമായി വീട്ടിലേക്ക് പോകും. രാമുവിന് വേണ്ടി ജീവൻ നൽകാൻ പോലും തയ്യാറായി നിൽക്കുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട്. പോയി സത്യം പറയണം. തല പോയാലും ഞാൻ കള്ളം പറയത്തില്ല. അവനിവിടെ ഇല്ല. എവിടെ വിളിച്ചാലും ഞങ്ങൾ കണ്ടുപിടിക്കും. അവൻ ഒളിക്കത്തില്ല. അവൻ എന്റെ മോന. നിരപരാധിയായി അവനെ അറസ്റ്റ് ചെയ്യുന്നതിൽ ഭേദം അവന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യും. എടോ മൂപ്പലെ, എനിക്ക് പ്രസംഗമൊന്നും കേൾക്കണ്ട. തന്റെ മകൻ കൊലപ്പുള്ളിയാണ്. എന്റെ മോൻ അങ്ങനെ ആരെയും കൊന്നിട്ടില്ല, കൊല്ലുകയുമില്ല. അകത്ത് കയറി നോക്കണോ. അത്ര ഭീരുക്കളല്ല ഇവിടെ താമസിക്കുന്നത്. എടി, നിനക്ക് രാമുവിനെ പറ്റിയ വല്ല വിവരമുണ്ടോ? മിസ്റ്റർ, കുറെ കൂടി മര്യാദയ്ക്ക് സംസാരിച്ചാൽ കൊള്ളാം. നിങ്ങളൊരു ഓഫീസറല്ലേ?
അകത്തേക്ക് നോക്കാം. രാമു വന്നാൽ ഉടൻ വിവരം സ്റ്റേഷനിൽ അറിയിക്കണം. ഈ കരിക്ക് കുടിക്കും, വയറ് കാഞ്ഞ് നടന്ന് വല്ല ദീനവും വരും. പോലീസ് നിങ്ങളല്ലേ രാമു? അതെ. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. കോൺസ്റ്റബിൾ. കുഞ്ഞേ തമ്പ്രാനെ, രാമു കുഞ്ഞിനെ പോലീസ് പിടിച്ചു. എവിടെ വെച്ച്? എന്റെ കുടിലിൽ വെച്ച്. അയ്യോ, എന്റെ കുഞ്ഞിനെ പോലീസുകാരിടിച്ചു കൊല്ലു. നിങ്ങൾ സമാധാനപ്പെടാം, അവനൊന്നും സംഭവിക്കില്ല. എന്റെ മകനെ എനിക്കറിയാം. മോള് വീട്ടിൽ പൊയ്ക്കോ, മാമൻ വന്നിട്ട് പറയാം. മാമന്റെ കയ്യിൽ എന്തിനാ വിലങ്ങ് വെച്ചിരിക്കുന്നത്? മോളെന്തിനാ കയ്യിൽ വളയിട്ടിരിക്കുന്നത്? അതുപോലെ അല്ല അല്ല, മോള് പൊയ്ക്കോ, ഞാൻ ഇവരുടെ കൂടെ പോയിട്ട് വേഗം വരാം. മാമന്റെ കൂടെ ഞാനും വരും. അയ്യോ, മോള് വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചോണ്ടോ. നടക്കണോ? അമ്മേ, നമ്മുടെ രാമുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുശീലി, നീ ഇവിടെ കൂടെ നോക്കിക്കൊള്ളണേ. ഞാൻ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം അമ്മേ. അപ്പാ തങ്കമ്മേ, നീ ഇങ്ങനെ ആഞ്ഞാഞ്ഞിരിക്കുന്നതിന്റെ ആരോഗ്യം കളയരുത് കേട്ടാ. അങ്ങനെയൊന്നും നശിക്കുന്ന ആരോഗ്യമല്ല. ഞാൻ കുറെ ഇടി ഇടിച്ചതാ. അത് പിന്നെ നിന്നെ കണ്ടതാണ് ഇവിടെ. എന്റെ അച്ഛനും ചായക്കത്തോട് മാറുന്നു. നിങ്ങൾ അങ്ങോട്ട് മാറില്ല. ഞാൻ എങ്ങാണ് മാറാനാണ് നീ പറയണത്? എന്റെ തങ്കമ്മേ, നീ ഇങ്ങനെ ഇടിച്ചിടിച്ച് വേർക്കണ കാണുമ്പോ എന്റെ ചങ്കാണ് തകരണ കേട്ടാ. അയ്യ, എന്തൊരു സ്നേഹം. എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. പക്ഷെ നിനക്ക് നാട്ടുകാരോടാണല്ലോ സ്നേഹം. അങ്ങോട്ട് മാറി നിൽക്ക്, ഇതൊന്നും ഇരിക്കട്ടെ. ഇങ്ങനെ നാട് ഞാൻ കൂടി ഒന്ന് സഹായിച്ച് തരാൻ മതി. നടുവെടുക്കാൻ വയ്യാത്ത നിങ്ങളെ കുറെ സഹായിക്കുന്നത്. മാറി നിൽക്ക്. മുഖത്തെ അവിടെ ഇവിടെ കണ്ടാൽ രോമം നരച്ചു പോയെന്ന് വെച്ചേ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് തങ്കം. ആരോഗ്യം കൂടിയിട്ടായിരിക്കും ആദ്യത്തെ അവള് കളഞ്ഞേച്ചു പോയത്. അവളെ ഞാൻ ഉപേക്ഷിച്ചില്ലല്ലടി, അവൾ എന്നെയാണ് കളഞ്ഞേച്ചും പോയത്. ഏതായാലും വയ്യാത്ത കാലത്ത് നമുക്കായി വെച്ചിരുന്നല്ലോ. ആ, നീ എന്നെ ഈ നിലയിലെ കത്തി എടുത്തു കളഞ്ഞില്ലേ? അടിച്ചോ ഇടിച്ചോ. അയ്യോ അയ്യോ, എന്ത് പറ്റി? വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സ്വസ്ഥതയും ഇല്ല.